ഹലോ ഗായ്സ്, അപ്പം വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാം നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചക്ക ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ചക്കക്കുരുവാണ് ഇതിൻ്റെ മെയിൻ സംഭവം. ചക്കക്കുരു ഇട്ട് ചക്കക്കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ കോക്കനട്ട് മിക്സിനകത്ത് നമ്മൾ എന്താണ് മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് ചതച്ച് നല്ല അടിപൊളി മിക്സ് നമ്മൾ റെഡിയാക്കുക. ഫസ്റ്റ് നമ്മൾ ചക്കക്കുരു ജസ്റ്റ് ഒന്ന് വേവിക്കണം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ച ചക്ക നമുക്ക് നമ്മുടെ കോക്കനട്ട് മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ചക്കയും അപ്പോൾ എല്ലാം കൂടെ ജസ്റ്റ് ആവശ്യത്തിന് മാത്രം വെള്ളത്തിൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, കുക്ക് ചെയ്യാൻ വെക്കുക. എന്നിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കടുക് വറുക്കാം. കടുക് വറുക്കുമ്പോൾ പ്രദേശത്തേക്ക് നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ആഡ് ചെയ്യണം. അങ്ങനെ നമ്മുടെ എല്ലാ മിക്സ് റെഡി ആയിരിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഇതെല്ലാം നമ്മൾ അടിപൊളിയായിട്ടിപ്പോൾ കുക്ക് ചെയ്ത് മിക്സ് ആക്കുന്നതായിരിക്കും. ഓക്കെ ഗായ്സ്, പിന്നെ ചക്ക ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുമില്ല. അടിപൊളി ചക്കയാണ്. ചക്കയുടെ കൂടെ മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ, മീൻ പൊരിച്ചൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. ബട്ട് ഒന്നും ഇല്ലാതെയാണെങ്കിൽ പോലും ചക്ക അടിപൊളിയാണ് ചക്ക കൂട്ടാൻ. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് കുരുമുളക് പൊടി കൂടി ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി താളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പം നമ്മുടെ ചക്കക്കൂട്ട ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.